ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുക. വേറൊന്നുമല്ല, ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ സംഘം എത്തി ഓൾറെഡി ഡൽഹിയിൽ ഇതാ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഓരോന്നായി വലിയ ആരാധകരുടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ ടീം ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹി വിമാനത്താവളത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയത്. ഇന്ന് നേരെ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണം, അതിനുശേഷം മുംബൈയിൽ വലിയ സ്വീകരണം, റോഡ് ഷോ, അങ്ങനെ കാര്യമായി തന്നെ ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കുകയാണ് BCCIയും ക്രിക്കറ്റ് ആരാധകരും. ഡൽഹി വിമാനത്താവളത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം അംഗങ്ങൾ ഒന്നൊന്നായി ടീം ബസ്സിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഇനി പ്രധാനമന്ത്രിയുമായുള്ള പ്രഭാത ഭക്ഷണത്തിനുള്ള യാത്രയപ്പാണ്. എന്നാൽ ഒരുപാട് ആരാധകർ ആ വേദിയിൽ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ടീം അംഗങ്ങളെ സ്വീകരിക്കാനായി. നൂറുകണക്കിന് ആരാധകരാണ് ഡൽഹിയിലെ വിമാനത്താവളത്തിലുള്ളത്. ലോകകപ്പുമായി എത്തിയ ഇന്ത്യൻ സംഘം ആ നേട്ടം നമുക്കറിയാം. 2011 വാങ്കഡെ സ്റ്റേഡിയത്തിലെ വിജയത്തിന് ശേഷം മറ്റൊരു ലോക കിരീടം സ്വന്തമാക്കിയ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടികൾക്ക് പദ്ധതി ഇടുന്നുണ്ട് BCCI. മറൈൻ ഡ്രൈവിൽ നിന്ന് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ ഒരു റോഡ് ഷോ അത് വളരെ ഭംഗിയായി നടത്താനുള്ള ആലോചനയിലാണ്. ഒരു ഓപ്പൺ ബസ്സിൽ തന്നെ ടീം അംഗങ്ങളുടെ വിജയാഘോഷം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മെൻ ഇൻ ബ്ലൂ നീല നിറത്തിലുള്ള ബസ്സിൽ ട്രോഫിയുമായി നരിമാൻ പോയിന്റിലൂടെ മറൈൻ ഡ്രൈവിലൂടെ കടന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അങ്ങനെ ഒരുപാട് ആരാധകരെയും അവിടെ പ്രതീക്ഷിക്കുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ ടീമിനെ വരവേൽക്കുകയാണ് നാട്. വീര വരവേൽപ്പാണ് എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് ആരാധകർ ഇന്ന് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. രാവിലെ തന്നെ അവർ എത്തിയിരുന്നു. അവരുടെ ആവേശം നമുക്ക് പങ്കുവെക്കാം ഇതിനോടൊപ്പം തന്നെ. I am extremely happy. I think you can tell from our expressions that both of us are extremely happy and excited, and I just hope we get to see a glimpse of them. That is it. Yeah. I just hope that I get to see him for once. I saw him in the IPL match though previously, but right now I just wish to see him and I'll just cheer for him the loudest. 4 बजे इसने मुझे फोन कर दिया था, 8 बजे मुझे ऑफिस जाना है, पर मैं यहीं खड़ी हूँ इसके साथ अभी भी क्योंकि इसे देखना था और हम आ गए. ये सोई नहीं है, मैं सो गई थी. लेकिन बुमराह 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 खुद बनाया ये मैंने विराट कोहली और रोहित शर्मा के स्केचेस. और वैसे तो मैं जम्मू से बट दिल्ली में रहता हूँ. अभी 4-4:30 बजे एयरपोर्ट आ गए थे. बस टीम इंडिया की एक झलक दिख जाए ट्रॉफी के साथ तो वही बहुत बड़ी बात होगी हमारे लिए. फाइनली जीती है ट्रॉफी. बहुत बड़ी बात है क्योंकि काफी साल के बाद जीते हैं ना, तो वो एक अलग फीलिंग आ रही है. जब पहले जीतते जा रहे थे तो आदत हो गई थी जीतने की, फिर बीच में ब्रेक लग गई, क्लोज आके हार रहे थे. अब फाइनली ट्रॉफी जीती है तो बहुत खुशी की बात है. We are proud of Team India team and we are all happy and waiting for Team India. So excited. मेरे पास शब्द नहीं बनाए गए. मैं सुबह से खड़ी हूँ यहाँ पे उनके लिए. यहाँ से वहाँ भाग रही हूँ, कहाँ से आएंगे कहाँ से नहीं आएंगे. तो कब से आए, 3 बजे से आके खड़े हम लोग यहाँ पे. कब से फ्लाइट ट्रैक कर रहे, कहाँ पहुँचे. बहुत एक्साइटेड है सबके लिए. रोहित शर्मा, विराट कोहली, सूर्या भाई, सबके लिए बहुत एक्साइटेड हूँ, काफी एक्साइटेड हूँ. सुबह से खड़े हैं, वेट कर रहे हैं इंडियन टीम के लिए. And the minute I see them, I think I'm going to tell them, Team India will love you and we are so proud of you. Thank you for bringing the trophy back home. मैं बहुत ही ज्यादा खुश हूँ. एक्चुअली हम सब बहुत ज्यादा खुश हैं, इसलिए शायद इतनी देर से यहाँ पर हैं और एक्चुअली जस्ट वेट कर रहे हैं कि बस एक झलक ही दिख जाए, पर वो लोग दिख जाए क्योंकि उन्होंने हमारे देश को और मतलब पूरी कंट्री में इतनी अच्छी वो लेकर आए खुशी की लहर. मतलब वो जीते हैं तो उन्हें एक्चुअली उन्हें पता भी नहीं होगा कि उनके सिर्फ एक मैच जीतने से यहाँ पे लोग कितने खुश हैं. सो वेरी हैप्पी, प्राउड ऑफ देम एंड just I want to thank them that they won the World Cup. ലോകകപ്പ് നേട്ടത്തിൽ വിജയം അത് ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ. കാണാം വിരാട് കോഹ്ലി ബസ്സിനുള്ളിൽ, മറ്റു ടീം അംഗങ്ങൾ ഒന്നൊന്നായി ബസ്സിലേക്ക് എത്തുന്നു. എന്താണെങ്കിലും ഡൽഹി വിമാനത്താവളത്തിൽ നൂറുകണക്കിന് ആരാധകർ ചേർന്നുള്ള വലിയ വരവേൽപ്പാണ് നൽകിയത്. വളരെ ദൈർഘ്യമേറിയ യാത്രയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള വരവ്. എന്താണെങ്കിലും യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ ക്ഷീണത്തിനപ്പുറം ഒരു ലോകകപ്പ് ജയിച്ചതിന്റെ ആവേശം കാണാം. വിരാട് കോഹ്ലിയുടെ കഴുത്തിൽ ലോകകപ്പ് മെഡൽ. KP അഭിലാഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. KP, വളരെ സന്തോഷമുള്ള ദൃശ്യങ്ങളാണ്.
ദീർഘനാളത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ലോകകപ്പ് ജയിക്കുക എന്നുള്ളത്. ആ ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ടീമംഗങ്ങൾ ജന്മനാട്ടിലെത്തുന്നു, ആരാധകരുടെ ആരവങ്ങൾക്ക് നടുവിലേക്ക്. എന്തൊക്കെയാണ് ഇന്ന് ടീമിന്റെ പരിപാടികൾ? എൽദോ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ഇതാ ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2024 2020 ലോകകപ്പുമായാണ് ആ സംഘം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് നമ്മൾ ദീർഘനാളായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിനാണ് യഥാർത്ഥത്തിൽ ടീം ഇന്ത്യ വിരാമമിട്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു രാജ്യത്ത്, നമുക്കറിയാമല്ലോ, മറ്റൊരു രാജ്യത്ത് നടന്ന മത്സരമാണ് എങ്കിൽ പോലും ആ രാജ്യത്ത് ആ മത്സരം തത്സമയം കാണുന്ന അതേ പ്രതീതിയിൽ തന്നെയായിരുന്നു ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ആ മത്സരത്തെ നോക്കിക്കണ്ടത്. ടെലിവിഷനിലൂടെ അടക്കം കോടിക്കണക്കിന് പേർ ഈ ക്രിക്കറ്റ് മത്സരം കണ്ടുവെങ്കിലും ആ വിജയശ്രീ ലാളിതരായി തിരികെ എത്തുന്ന ടീം ഇന്ത്യയെ കാത്ത് ഇപ്പോഴും ആ ലക്ഷക്കണക്കിന് ആരാധകർ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും അത്തരത്തിൽ രാജ്യം ആഘോഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി നടത്തിയിട്ടുമുള്ളത്. ഇപ്പോഴിതാ ടീം അംഗങ്ങൾ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 30-ാം തീയതി ടീം അംഗങ്ങൾ ഈ വിജയിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ തിരികെ എത്തും എന്ന് തന്നെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. അപ്പോഴാണ് ബെറിൽ ചുഴലിക്കാറ്റ് വലിയ മാർഗ തടസ്സമുണ്ടാക്കിയത്. അങ്ങനെ ടീം അംഗങ്ങൾ ബാർബഡോസിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്കിലൂടെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ആ ഒരു വഴി അടയുകയും ചെയ്തു. അങ്ങനെ ആരാധകരുടെ ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ അവസാനിക്കുന്നത് എന്ന് വേണം നമുക്ക് എൽദോ പറയാൻ. അത് തന്നെയാണ് നമുക്ക് ഈ വിമാനത്താവളത്തിലും പ്രകടമായത്. പ്രത്യേകിച്ച് എൽദോ, നേരത്തെ ഈ ആരാധകരുടെ പ്രതികരണമടക്കം അവർ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട താരങ്ങളെ എല്ലാവരെയും തന്നെ കാത്തിരിക്കുന്നു. അത് കിരീട നേട്ടവുമായി തിരികെ എത്തുന്ന താരങ്ങളെയാണ് കാത്തിരിക്കുന്നത്. അവരുടെ ആഹ്ലാദം അണപൊട്ടുന്ന നിമിഷം തന്നെയാണ്. ഇപ്പോൾ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് ആണ്, ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ഇപ്പോൾ ടീം അംഗങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ടീം അംഗങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ആയിരിക്കും പിന്നീട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. രാവിലെ 9 മണിക്ക് ശേഷം ആണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ കിരീട നേട്ടം. അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഈ വിജയശ്രീ ലാളിതരായി തിരികെ എത്തിയ ടീം അംഗങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഈ പ്രധാനമന്ത്രി ഈ ടീം അംഗങ്ങളുമായി ചെലവഴിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ആയിരിക്കും ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് തിരിക്കും. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ ഉള്ള ഇടമാണ് മുംബൈ എന്നത്. മുംബൈയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ സ്വീകരണവും റോഡ് ഷോയും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കുന്ന, എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരിമാൻ പോയിന്റ് ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അടക്കം വലിയ സ്വീകരണ പരിപാടികൾ ആണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവിടെ സ്റ്റേജ് ഷോ പോലെയുള്ള പെർഫോമൻസുകൾക്കും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ആ വേദിയിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ടീം അംഗങ്ങൾക്ക് സമ്മാനത്തുക കൈമാറുക എന്നുള്ളതാണ് BCCI അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രത്യേക വാഹനം അടക്കം ടീം അംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ തുറന്ന വാഹനം അടക്കം ഇപ്പോൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലൂടെ അടക്കം ആയിരിക്കും ഈ റോഡ് ഷോ കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട താരങ്ങൾ, ആ താരങ്ങളുടെ കളി മികവ് അത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. എൽദോ, എനിക്ക് തോന്നുന്നു ആ ഫൈനൽ മത്സരത്തിൻ്റെ ഒരു ചിത്രമൊന്നും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഓരോ ആരാധകർക്കും അവരുടേതായ ചില താരങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ എൽദോ. അങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും തന്നെ മികവ് പുലർത്തിയ ഒരു ടീം വർക്കിൻ്റെ ഒരു പക്ഷെ കൈവിട്ടു പോകുമെന്ന് എല്ലാവരും ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്ന മത്സരമായിരുന്നു ഇന്ത്യ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ കിരീട നേട്ടം. അതായത് ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി നമുക്ക് കിരീട നേട്ടത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു പോരാട്ടം, വിദേശ മണ്ണിൽ നടന്ന ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആണ് ടീം ഇന്ത്യ വിജയശ്രീ ലാളിതരായി എത്തുന്നത്. ഇത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമാകുന്ന മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതുമാത്രവുമല്ല എൽദോ, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങൾക്ക് പുറമെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, മെഡിക്കൽ സംഘം, അങ്ങനെ 70 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം ആണ് ഇപ്പോൾ ഡൽഹിയിൽ തിരികെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്ക്
ഈ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പ്രത്യേക വിമാനം തന്നെ എയർ ഇന്ത്യയുടെ പ്രത്യേക സജ്ജീകരിച്ച് നൽകുകയായിരുന്നു. ആ പ്രത്യേക വിമാനത്തിൽ ആണ് ഇപ്പോൾ സംഘാംഗങ്ങൾ തിരികെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്ന, അവർക്ക് വലിയ സ്വീകരണം ഒരുക്കാൻ ലഭിച്ച അവസരമാണ്. അങ്ങനെ ഒരു ആഘോഷം, ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ടീം ഇന്ത്യ എത്തുന്നത്. ഈ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ തന്നെ ടീം ഇന്ത്യ വരവേൽക്കാൻ നൂറുകണക്കിന് ആരാധകർ നേരത്തെ തന്നെ ഇന്ത്യൻ ടീം ഏതാണ്ട് 6:30 കൂടിയാണ് എത്തിയത്. അതിനുശേഷം മറ്റു നടപടികൾ എല്ലാം, ചെക്കിൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ചെക്കൗട്ട് നടത്തി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ സമയത്ത് തന്നെ വലിയ തോതിൽ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. ടീമിന്റെ വാഹനം പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിമിർപ്പിലാണ് ടീം. അങ്ങനെ ആഘോഷ അന്തരീക്ഷത്തിലാണ് ടീം ഇന്ത്യയുടെ മടങ്ങിവരവ്. KP സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്റ്റേഡിയത്തിലെ എയർപോർട്ടിൽ നിന്നുള്ള യാത്രയിൽ ഉടനീളം ആരാധകരെ നമുക്ക് കാണാൻ കഴിയുന്നു. എയർപോർട്ടിൽ ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പോൾ കണ്ടോ, ബസ്സിനൊപ്പം തന്നെ ഓടി ഓടി അവർ ആവേശം പങ്കുവെക്കുകയാണ്. ടീമിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഡൽഹിയിൽ അവസാനിക്കുന്നില്ല ആ ആഘോഷം. ഇനി ഉച്ചയ്ക്ക് ശേഷം മുംബൈയിൽ വിജയാഘോഷമുണ്ട്. മുംബൈയിലെ വിജയാഘോഷം അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ന് ടീമംഗങ്ങൾക്ക് ഒരു ആവേശത്തിന്റെ ദിനമായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക്. പക്ഷേ ആ യാത്രയുടെ ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നു. ഓടിപ്പിടിക്കുകയാണ് ബസ്സിനൊപ്പം. KP ഇത് ആവേശകരമായിട്ടുള്ള ദൃശ്യമാണ്. കാരണം നമ്മൾക്ക് അങ്ങനെ വിശ്വവിജയങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. അധികം വിശ്വവിജയങ്ങളിൽ മേനി പറയാനുമില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യമൊക്കെ ഒരു പക്ഷേ വളരെ അസുലഭമാണ്. അത് ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹം മാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിക്കുന്നത് ടീമംഗങ്ങൾ എത്താൻ പോകുന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ വിജയത്തിലേക്ക് അടുത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അത് കൈവിട്ടു പോകുന്ന സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ITC മൗര്യയുടെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ ടീം ഇന്ത്യ വലിയ നേട്ടം കൈവരിച്ചതിന് ശേഷം പിന്നീട് യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി പറയാം. അങ്ങനെ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ട് അവർ നേരിട്ടു എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു കിരീട നേട്ടം ഒരു രാജ്യത്തിന് വേണ്ടി ദീർഘനാളുകൾക്ക് ശേഷം ഒരു നേട്ടം കൈവരിച്ചതിന് ശേഷം ആ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു വെമ്പൽ സ്വാഭാവികമായും താരങ്ങൾക്ക് ഉണ്ടാകും. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണുക, അവർക്ക് സപ്പോർട്ടിംഗ് ആയി നിന്നവരെ കാണുക, അതിനപ്പുറത്ത് കുടുംബാംഗങ്ങളെ കാണുക, ഒപ്പം ആരാധകരെ. ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു സ്വീകരണം എന്നത് മറ്റൊരു വൈബ് തന്നെയാണ്. നമ്മൾ ഈ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന മത്സരമായിരുന്നു, ഫൈനൽ പോരാട്ടം. ആരാധകരെ കൊണ്ട് सब छोड़ के इधर आई उनको देखने। कब से इंतजार कर रहे थे? मैं 1 घंटा हो गया। मैं 5 साढ़े 5 बजे उठी हूँ और वहाँ से हम यहाँ पर आए। हमारा इवेंट है, मेरे और एक मेरा कलीग है, तो बहुत अच्छा लग रहा है। 13 साल बाद घर आए हैं वर्ल्ड कप लेके, तो ये तो बनता ही है. देखिए ये ലോകകപ്പ് ജയിച്ചെത്തിയ ടീമംഗങ്ങളെ കണ്ടതിന്റെ ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു ക്രിക്കറ്റ് ആരാധിക. ഇന്ത്യൻ ടീമംഗങ്ങളെ കാണാൻ, ലോകകപ്പ് എത്തുന്ന അവരെ കാണാൻ അതിരാവിലെ തന്നെ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയവരാണ് ഇവരെല്ലാവരും. ഇവർ ആവേശത്തിൽ തന്നെ ഓരോ താരങ്ങളെയും കണ്ട് അവർ വളരെ ദൂരത്തിൽ നിന്ന് പോലും ആർത്ത് വിളിച്ച് അവരെ ബസ്സിൽ കയറ്റി. എന്നാലും ടീം പുറപ്പെട്ടു. നേരത്തെ KP സൂചിപ്പിച്ച പോലെ ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ടീം പോകുന്നത്. അവിടെ നിന്ന് ഒന്ന് ഫ്രഷായ ശേഷം പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ള പ്രഭാത ഭക്ഷണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ സമയമെടുത്ത് തന്നെ പ്രധാനമന്ത്രി ഓരോ ടീമംഗത്തെയും കണ്ട് സംസാരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാലും വളരെ ആവേശകരമായിട്ടുള്ള ദിവസം. അന്ന് അവിടെ ബാർബഡോസിൽ അവിടെ കിരീടം ഉയർത്തിയ ശേഷം ഇത്രമാത്രം ആവേശം തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ദിനത്തിൽ. കാരണം ലോകകപ്പ് അവർ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ മണ്ണിൽ അവർക്ക് KP ഈ വഴിനീളെ കാത്തു നിൽക്കുന്നുണ്ട് ആരാധകർ. ബസ്സിനൊപ്പം ഓടി ഓടി അവർ ടീമംഗങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യം, അവരുടെ സന്തോഷം, സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ KP സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ പലപ്പോഴും തൊട്ടില്ല എന്നുള്ള മട്ടിൽ കപ്പിനുണ്ടിൻ്റെ അടുത്തേക്കൂടെ പോയതാണ് നമ്മൾ. നമുക്ക് 2014 T20 ലോകകപ്പിലുണ്ടായി. മാത്രമല്ല വെസ്റ്റ് ഇൻഡീസിലെ തോൽവിയുണ്ടായി ഏകദിന ലോകകപ്പിൽ. കഴിഞ്ഞ ലോകകപ്പിൽ സ്വന്തം മണ്ണിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയിൽ വെച്ച് ആ കിരീടം നഷ്ടമായി. അതിനൊക്കെ ആ മുറിവുകളൊക്കെ മായ്ക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണ വെസ്റ്റ് ഇൻഡീസിൽ പോയി രാഹുൽ ദ്രാവിഡിൻ്റെ കോച്ചിങ്ങിൽ, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആ കിരീടം സ്വന്തമാക്കുന്നത്. അത് ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടുള്ള അനുപമമായിട്ടുള്ള നേട്ടമാണ്. 2020 എന്നുള്ളത് വളരെ ചെറിയ ക്രിക്കറ്റ് പതിപ്പായി ഒക്കെ പലരും പറയുമ്പോൾ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ അത്
ഏകദിനത്തിൽ ടെസ്റ്റിൽ ലോക ചാമ്പ്യൻഷിപ്പ് ഇല്ല എങ്കിൽ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ തങ്ങളാണ് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ പോകുന്ന ഒരു പ്രകടനം അത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ആരാധകരുടെ ആവേശം അത് എങ്ങനെയാണ് KP വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക? തീർച്ചയായും എൽദോ, ഇതാ ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കുന്നത് പോലെ അങ്ങനെ ആ വാഹനം കടന്നു പോകുന്നത് പോലും സാവധാനമാണ്. സാധാരണ നമുക്കറിയാമല്ലോ, ഈ ടീം അംഗങ്ങളെയും കൊണ്ടുപോകുന്ന വാഹനമൊക്കെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വളരെ വേഗത്തിലൊക്കെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇതിപ്പോൾ വളരെ സാവധാനമാണ്. ആ ഹോട്ടലിലേക്ക് പോലും പോകുന്നത്. അങ്ങനെ പോകാനുള്ള കാരണം എന്നത് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു ആരാധിക തന്നെ, അവർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ. അത് എന്നത് ഒരു മിന്നായം പോലെ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എൽദോ. ഈ വാഹനമംഗം കടന്നു പോകുമ്പോൾ ഈ താരങ്ങളൊന്ന് കൈ ഉയർത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെയാണ് ഈ നൂറുകണക്കിന് ആരാധകർ നേരത്തെ ഈ വിമാനത്താവളത്തിന് പുറത്ത് അടക്കം കാത്തിരുന്നത്. ഇപ്പോഴും ഈ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എവിടേക്കാണ് ഈ താരങ്ങൾ കൃത്യമായി പോവുക, എവിടെയാണ് വിശ്രമിക്കുക, ഏത് ഹോട്ടലിലാണ് താമസിക്കുക എന്നതൊന്നും സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല. ഏതാണ്ട് ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാത്തിരിപ്പ്. പക്ഷേ വിമാനത്താവളത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ആരാധകർ ഒഴുകിയെത്തിയിരുന്നു. അവർ ഈ താരങ്ങൾ ആ വിമാനത്താവളത്തിൽ നിന്ന് വാഹനത്തിലേക്ക് കടക്കുന്ന, അതായത് ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ടീം ബസ്സിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം താരങ്ങളെ അഭിസംബോധന ചെയ്യുക, അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഇത്രയധികം ആരാധകർ കാത്തിരുന്നത്. പക്ഷേ എൽദോ, വൈകിട്ടാവുമ്പോൾ ഈ ആംബിയൻസ് ഒക്കെ മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും സ്വീകരണവും ഒക്കെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് പോകുക തീർച്ചയായും വൈകിട്ടായിരിക്കും, മുംബൈയിലേക്ക് എത്തുമ്പോഴായിരിക്കും. അവിടെ നടക്കുന്ന റോഡ് ഷോ എന്നത് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, എൽദോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഫൈനൽ മത്സരത്തിന്റെ അന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം എന്നത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായിട്ടുള്ള അവസരങ്ങൾ നിരവധിയായിരുന്നു. അതിനൊക്കെ ഒരു വിരാമമാകുന്നു. മാത്രവുമല്ല, രാഹുൽ ദ്രാവിഡ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ആണ് ടീം ഇന്ത്യ ഇത്തരത്തിലൊരു കിരീട നേട്ടം കൈവരിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ 2 കിരീടങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും പടിക്കൽ കലം ഉടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും. തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറുമ്പോൾ അത് ആരാധകരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ മറ്റു പല ടൂർണമെന്റുകളിലും നമ്മളെ തോൽപ്പിച്ചവരെ, ഇന്ത്യയെ തോൽപ്പിച്ചവർക്ക് ഒരു മധുര പ്രതികാരം എന്ന തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ടീമിന് സാധിച്ചിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശം നൽകുന്ന ഒന്നായിരുന്നു. അങ്ങനെയാണ് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അതുമാത്രവുമല്ല എൽദോ, ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് പലപ്പോഴും ടീം ഇന്ത്യ എന്നതിനപ്പുറത്ത് ചില താരങ്ങളോട് പ്രത്യേകമായ ആരാധനയൊക്കെ ഉണ്ടാകും. അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിരാട് കോഹ്ലി തന്നെ ആകണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ടൂർണമെന്റിൽ എൽദോ നമുക്കറിയാമല്ലോ, പൊതുവെ വിരാട് കോഹ്ലിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. എന്തിനാണ് വിരാട് കോഹ്ലിയെ പോലെ ഒരു താരത്തെ ഇനിയും തുടരുന്നത്? ഫൈനൽ പോരാട്ടത്തിലൊക്കെ വിരാട് കോഹ്ലിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ച ക്രിക്കറ്റ് നിരീക്ഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്നു. അവിടെയാണ് വിരാട് കോഹ്ലി ഫൈനൽ പോരാട്ടത്തിൽ തന്റെ കളി മികവ് പുറത്തെടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വിജയത്തെ നിർണായകമാവുകയും ചെയ്യുന്നത്. സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ച് മത്സരത്തിന്റെ ഗതിയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ഹാർദിക് പാണ്ഡ്യ എന്ന താരം ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് എങ്കിൽ 30 ബോളുകൾ ശേഷിക്കെ, 30 പന്തുകൾ ശേഷിക്കെ 30 റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ എന്നിരിക്കെ 6 വിക്കറ്റുകളും അക്കൗണ്ടിൽ ബാക്കിയിരിക്കെ മത്സരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചുവരവുണ്ടാകുന്നു. ബുംറ കൃത്യമായി പന്തെറിയുന്നു. ഇങ്ങനെ ഏതൊക്കെ താരങ്ങൾക്കാണോ ആരാധകർ അധികമായുള്ളത് ആ താരങ്ങളെല്ലാം അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധകരുടെയും വലിയൊരു പങ്കാളിത്തം എൽദോ തീർച്ചയായും നമുക്ക് ഈ സ്വീകരണ ചടങ്ങുകളിൽ അടക്കം നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും. അവിടെ കൃത്യമായ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം സ്റ്റേഡിയത്തിൽ തന്നെയാണ് സ്വീകരണ ചടങ്ങ് ഔദ്യോഗികമായി ഒരുക്കിയിട്ടുള്ളത്. ഈ
സമ്മാനത്തുക ഉൾപ്പെടെ കൈമാറുന്ന ചടങ്ങ് അവിടെയാണ്. അവിടെ ഇതാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫോൺ ഈ സെൽഫി എടുക്കുന്നതിന് വേണ്ടി സെൽഫിയല്ല, ഈ വാഹനത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ച് ഈ താരങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പകർത്താൻ ഉള്ള ഒരു വലിയ തിരക്ക് ആ വിമാനത്താവളത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തിനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഈ ഡൽഹിയിലെത്തിയാൽ താരങ്ങൾ തങ്ങുന്നത് ITC മൗര്യയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് തന്നെയായിരിക്കും താരങ്ങൾ എത്തുക എന്നത് ഏതാണ്ട് ആരാധകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പക്ഷേ ഈ തരത്തിലുള്ള ആൾക്കൂട്ടം കാണുവാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും മുംബൈയിൽ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധകർ ഇപ്പോൾ തന്നെ വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. വൈകിട്ടാണ് ഈ ടീമംഗങ്ങൾ എത്തുന്നത് എങ്കിൽ പോലും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇപ്പോൾ തന്നെ ഈ ആരാധകരുടെ ഒരു തയ്യാറെടുപ്പ് ഊർജിതമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. കൈവിട്ടു പോയി എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു മത്സരത്തിൽ അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ട് ത്രസിപ്പിക്കുന്ന ഒരു ജയത്തിലൂടെയാണ് ഈ 2024 2020 ലോകകപ്പ് കിരീടം ഇന്ത്യ ചൂടിയത്. ആ കിരീട പോരാട്ടത്തിന്റെ ആവേശം ഒട്ടും ചോരാത്ത തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് രാജ്യത്ത് നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഒരുക്കിയിട്ടുള്ളത്. ആ സ്വീകരണ ചടങ്ങിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം എത്തിയിട്ടുള്ളത്. 70 അംഗ സംഘം ഇതാ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു, ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വിശ്വകിരീടം ചൂടിക്കൊണ്ടാണ് ടീം അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ കിരീടം തന്നെ കാണാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കിരീടം തന്നെ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അങ്ങനെ ആ കിരീടം ഉയർത്തിയുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വരവ് കാണുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡിനെ ഒരു കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്ന നിരവധി ക്രിക്കറ്റ് ആരാധകരുണ്ട്. അങ്ങനെയുള്ള ആ വൻമതിലിന് കീഴിൽ അണിനിരുന്ന ടീം അംഗത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെ ആരാധകർ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. അവരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ ആളുകൾ, ഈ ക്രിക്കറ്റ് ആരാധകർ ടീം അംഗങ്ങളെ കാണുവാനായി എത്തുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇപ്പോൾ ഡൽഹിയിലാണ് ടീം അംഗങ്ങൾ ഉള്ളത്. അതിനുശേഷം പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിനൊക്കെ ശേഷമാണ് മുംബൈയിലേക്ക് ടീം അംഗങ്ങൾ തിരിക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടതായുള്ള ചടങ്ങ് എന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അദ്ദേഹം ഓരോ ടീം അംഗങ്ങളെയും നേരിട്ട് അഭിനന്ദിക്കും. അതിനുശേഷം പിന്നീട് പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കും. അങ്ങനെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ടൈം ഷെഡ്യൂൾ. ഒരു പക്ഷേ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എൽദോ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാരണം ആരാധകർ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണെങ്കിലും ടീമിന്റെ ബസ്സാണ് ഡൽഹിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഹോട്ടൽ ലക്ഷ്യമിട്ട് ഹോട്ടലിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. കൃത്യമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ 2 ബസ്സുകളിലായി ടീം അംഗങ്ങൾ പോകുന്നു. ആദ്യം വിരാട് കോഹ്ലിയാണ് ബസ്സിനുള്ളിലേക്ക് കയറി വരുന്ന ദൃശ്യം നമ്മൾ എയർപോർട്ടിൽ കണ്ടത്. ടീമിന്റെ ഏറ്റവും മുന്നിലെ സീറ്റിൽ തന്നെ വിരാട് കോഹ്ലി സ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്. വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, ഈ ടൂർണമെന്റിൽ സെൻസേഷനായിരുന്നു ജസ്പ്രീത് ബുംറ. ഒരു 2020 ലോകകപ്പാണ്, എന്നിട്ട് പോലും ഒരു സിക്സർ പോലും വഴങ്ങാത്ത ഒരു പേസർ. അത്ഭുതപ്പെടുത്തുന്നതാണ് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം. അതുകൊണ്ട് തന്നെയാണ് വിക്കറ്റ് വേട്ടയിലെ മുമ്പനല്ല എങ്കിൽ പോലും പ്ലെയർ ഓഫ് ദ സീരീസ് എന്നുള്ള പുരസ്കാരം ബുംറയ്ക്ക് നേടിയത്. ഈ ഇത്രമാത്രം ഇന്ത്യൻ ആരാധകർ ഒരു പേസ് ബോളർക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ടിലെ വിഷ്വൽസിൽ കണ്ടിരുന്നു ബുംറ എന്ന് വിളിക്കുന്ന ആരാധകരെ. ഉറപ്പായും ഇന്ത്യൻ ടീമിൻ്റെ മുൻകാല പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രം നോക്കുമ്പോൾ സച്ചിനെന്നോ ദ്രാവിഡെന്നോ ഗാംഗുലിയെന്നോ കപിലെന്നോ ഒക്കെ ഓൾറൗണ്ടർമാരും ബാറ്റർമാർക്കും ഒക്കെ മാത്രം സ്ഥാനമുണ്ടായിരുന്ന ഒരു ആരാധകർ വരുന്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബുംറയ്ക്ക് ഉള്ള ഒരു ആരാധകർ. സഞ്ജു വി സാംസൺ നമുക്ക് കാണാം. അവിടെ എയർപോർട്ടിൽ നിന്നും എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. എയർപോർട്ടിൽ നിന്ന് നേരത്തെ ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇപ്പോൾ ടീം അംഗങ്ങൾ യാത്രയിലാണ്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ. എന്നാലും ആദ്യം ടീം അംഗങ്ങൾ എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. മുഹമ്മദ് കഴുത്തിൽ മെഡലണിഞ്ഞ് എല്ലാ താരങ്ങളും ആ മെഡൽ കൃത്യമായി നെഞ്ചോട് ചേർത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കുൽദീപ് യാദവിന് കാണാൻ നമുക്കവിടെ ടീം ഒഫീഷ്യൽസ് ഒന്നൊന്നായി ടീം അംഗങ്ങൾക്കൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാരണം ആരാധകർ അത്രമാത്രം എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടവരൊക്കെ അതിരാവിലെ തന്നെ ഒരുങ്ങി വിമാനത്താവളത്തിൽ വന്ന് ആരാധകരെ കണ്ട് ജോലിക്ക് പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ആ ബൈറ്റുകളിൽ നിന്നും കേട്ടത്. അത്രമാത്രം ഒരു ആവേശം പങ്കുവെക്കുന്നു ഈ ഇന്ത്യൻ ആരാധകർ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം.
അല്പസമയത്തിനകം തന്നെ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രിയെ കാണാനായിരിക്കും പോകുക. അവിടെ പ്രഭാത ഭക്ഷണവും ഒപ്പം ടീം അംഗങ്ങൾക്ക് ആശംസ അഭിനന്ദനമൊക്കെ നൽകും. രാജ്യത്തിന്റെ ആശംസ അഭിനന്ദനം നന്ദി അറിയിക്കും പ്രധാനമന്ത്രി ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഇതുപോലെ ഒരു ലോക കിരീടവുമായി തിരികെ എത്തിയതിന്റെ സന്തോഷം. അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് മുംബൈയിലേക്ക് പോകുക. മുംബൈയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് ഈ നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ളത്. നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് നമുക്കറിയാം ഒരു മറൈൻ ഡ്രൈവ് സ്ട്രെച്ചാണ് മുംബൈയിലെ ഈ നരിമാൻ പോയിന്റ് വാങ്കഡെ ആ ദൂരം. അവിടെ മറൈൻ ഡ്രൈവിലേക്കുള്ള പ്രവേശനം ഇന്ന് പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് അടയ്ക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ ആരാധകർക്ക് അവിടെ എത്തിച്ചേരാനൊക്കെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയും അവിടെ ഉണ്ട്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കാനായി എത്തുന്ന ആരാധകർക്ക് എല്ലാവർക്കും ടീം അംഗങ്ങളെ നേരിൽ കാണാനുള്ള സാഹചര്യം, കാരണം അത് ഓപ്പൺ ബസ് ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. കെ പി, അവിടെ ഒരു ഹറിക്കെയിൻ ആയിരുന്നു, അവിടെ ഒരു വൻ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശത്തിലാണ് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ചാർട്ട് ചെയ്യുന്നതും ആ ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഡൽഹിയിലേക്ക് പറക്കുന്നതും. രാവിലെ BCCI ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു, അതായത് ഓരോരുത്തരും ആ കപ്പിനെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച ഉൾക്കൊള്ളുന്നത്. 2020 ലോകകപ്പിനെ പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇതുവരെയും ഇന്ത്യയിൽ എത്തിയിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണ സമയത്തൊക്കെ നമുക്ക് അത് കാണാമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഈ ആരാധകരുടെ ഇത്രമേലുള്ളൊരു ആവേശം അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഈ അതിരാവിലെ എത്തുന്നതുകൊണ്ട്? എൽദോ, തീർച്ചയായും ആരാധകരെയും അതോടൊപ്പം തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി ഒരു ലോക കിരീടം നേടുക, ആ ടീമിൽ അംഗമാവുക എന്നത് തന്നെയാണ് ആ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അവിടെയാണ് ഈ കിരീടം എന്നത് ഒരു വസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ലോക കിരീടം നേടിയതിനു ശേഷം ഓസ്ട്രേലിയൻ താരങ്ങൾ ഈ കിരീടത്തിന് മുകളിൽ കാലൊക്കെ വെച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വരികയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതിനെ വിമർശിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതേസമയം തന്നെ കിരീടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാത്രി ഉൾപ്പെടെ ചില താരങ്ങൾ കിടന്നുറങ്ങിയ ദൃശ്യങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ആ കിരീടം എന്നതിനെ വെറുമൊരു വസ്തുവായി അല്ല എന്തായാലും കാണുന്നത്. അത് അശ്രാന്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഒന്നിന്റെ ഫലമായിട്ടാണ് കാണുക. അങ്ങനെയൊരു നമ്മളേറെ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയൊക്കെയാണ് ടീം ബസ് ഹോട്ടലിലേക്ക് എത്തുകയാണ്. ITC മൗര്യ ഹോട്ടലിലേക്കാണ് എന്നാണ് സൂചന. എന്താണെങ്കിലും ആ ടീം ബസ് ഹോട്ടലിലേക്ക് എത്തി. ഇതാ ടീം അംഗങ്ങൾ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ITC മൗര്യയിലേക്കാണ് ഇപ്പോൾ ടീം അംഗങ്ങൾ എത്തുന്നത്. ടീം ബസ് ഇതാ ആ പ്രവേശന കവാടം കടന്നു പോയിരിക്കുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിശക്തമാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കടക്കം ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. നിരവധി VVIPകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഇത്. ടീം ഇന്ത്യ മാത്രമാകണമെന്നില്ല, ഇന്ന് ഒരുപക്ഷെ മറ്റു പല VVIPകളും അവിടെ ആ ഹോട്ടലിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വേണം എൽദോ നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ഹോട്ടലിലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവിടെ പ്രത്യേക കേക്ക് കട്ടിംഗ് ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ആ ഗേറ്റ്, അതെ, ആ ഗേറ്റ് അടച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ ഗേറ്റിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രവേശനം അത് ഏറെക്കുറെ അസാധ്യമാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന, വളരെ VVIPകളായിട്ടുള്ള ആളുകൾ കൂടി താമസിക്കുന്ന ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ ക്യാമറാമാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും മറ്റു മാർഗങ്ങളില്ല. അവിടെ ക്യാമറ പ്രവേശനമൊക്കെ അത് നിയന്ത്രിതമാണ്. വളരെ നിയന്ത്രണത്തോടുകൂടി സുരക്ഷ കാണാം നമുക്ക്. രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്യാപ്റ്റൻ, കഴുത്തിൽ മെഡൽ അണിഞ്ഞ് എത്തുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ഒന്നൊന്നായി ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വലിയ വരവേൽപ്പാണ്, വൻ വരവേൽപ്പ്. അതായത് ഈ സ്വീകരണം നൽകുക എന്നത് പ്ലാൻ ചെയ്ത സ്വീകരണത്തിനപ്പുറം വിമാനത്താവളത്തിലൊക്കെ അതിരാവിലെ എത്തിയ ആരാധകർ, ഈ ഹോട്ടലിന് മുന്നിൽ രാവിലെ തന്നെ തമ്പടിച്ച ആരാധകർ, ഇവരൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തെ ഇത്രമാത്രം മഹത്തരമാക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ദിവസമാക്കി ഇന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ടീം ആരാധകർ. ഒപ്പം തന്നെ BCCIയും അതിന് പരമാവധി പിന്തുണ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കാണാം, അർഷദീപ് സിംഗ് ഈ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഏറ്റവും വീരോചിതമായിട്ടുള്ള വരവേൽപ്പൊരുക്കാനായിട്ടാണ് ഇന്ത്യൻ
ക്രിക്കറ്റിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സഞ്ജു വി സാംസൺ സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം അംഗമാണ്. പക്ഷേ ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? അതുകൊണ്ട് സഞ്ജു എന്നാലും ആദ്യ 2 മത്സരങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകകപ്പ് ജയിച്ച ടീമിന്റെ ഭാഗമായിട്ടുള്ള സഞ്ജു വി സാംസൺ, മലയാളികൾക്ക് അഭിമാനമായി സഞ്ജുവുമുണ്ട് ആ സംഘത്തിൽ. എല്ലാവരും അപ്പോൾ അങ്ങനെ മുംബൈയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകും. അവിടെ വലിയൊരു റോഡ് ഷോ, അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ സമാപനം. അങ്ങനെ ലോകകപ്പ് ജയം, അത് മറ്റൊരു ലോകകപ്പ് വരുന്നത് വരെ, ഇനിയൊരു ലോകകപ്പിന്റെ ദിവസങ്ങൾക്ക് നാന്ദി കുറിക്കും വരെ ആ ജയത്തിന്റെ മധുരം അത് നിലനിൽക്കുകയും ചെയ്യും. മറ്റൊരു കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഒപ്പം തന്നെ 83 ലോകകപ്പ്, 2007 ലോകകപ്പ്, 2011 ലോകകപ്പ്, ഇപ്പോൾ 4ാം തവണ അത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനിലൂടെ. കപിൽ ദേവിനും MS ധോണിക്കും ശേഷം രോഹിത് ശർമ്മയും അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ലോക കിരീടം നേടിയ ക്യാപ്റ്റനായി മാറി എന്നുള്ള അപൂർവ നേട്ടമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ എത്രയോ ക്യാപ്റ്റന്മാർ, അത് സൗരവ് ഗാംഗുലിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയറാണ് സൗരവ് ഗാംഗുലി. പക്ഷെ അന്ന് ഓസ്ട്രേലിയയുടെ ഫൈനലിൽ ദയനീയമായി പരാജയപ്പെട്ടത് ഓർമ്മയിലുണ്ടാകും. അതൊക്കെ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറുന്നു എന്നുള്ളതാണ്. നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ എത്തുന്നു. നമുക്ക് കാണാം യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ആ ലോക കിരീടവുമായി. ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സ്റ്റിൽസാണ്, അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് എത്തിയ ഉടൻ തന്നെ ഒന്നൊന്നായി സമൂഹ മാധ്യമങ്ങളിൽ ഇതാ ആ കിരീടം, ഇന്ത്യയിലേക്ക് എത്തിയ കിരീടമാണ് രോഹിത് ഉയർത്തിക്കാട്ടുന്നത്. രോഹിത് ശർമ്മയും ടീം അംഗങ്ങളും ഇന്ത്യയിലേക്ക് അല്പം മുമ്പ് എത്തിച്ചേർന്നു. 6:30 കൂടിയാണ് ആ ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം, എയർ ഇന്ത്യയുടെ ആ വിമാനം ബാർബഡോസിൽ നിന്നും പറന്നുയർന്ന് കെൻസിംഗ്ടൺ ഓവലിൽ നേടിയ കിരീടവുമായി ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക്, രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയത്. രാജ്യ തലസ്ഥാനത്ത് വലിയ സ്വീകരണം വിമാനത്താവളത്തിൽ ലഭിച്ചു. ഒന്നൊന്നായി ഓരോ താരങ്ങൾക്കും. ഇതാ കാണുന്നു ജസ്പ്രീത് ബുംറ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിലെ താരം. ടൂർണമെന്റിന്റെ ഇതാ പോകുന്നു ലോക കിരീടം കയ്യിലേന്തി പോകുന്നത് കാണാം. ഋഷഭ് പന്താണ് ആ കിരീടവുമായി നീങ്ങുന്നത്. ടീമിലെ ഏറ്റവും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം മീറ്റിങ്ങിലൊക്കെ, ടീമിന്റെ ആ കോമ്പിനേഷനിലൊക്കെ വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത്. ആ കിരീടവുമായി ഹോട്ടലിനുള്ളിലേക്ക് കടന്നുപോയി. തീർച്ചയായും എൽദോ, ഇതാ ഈ ഹോട്ടലിനുള്ളിൽ പോലും ഒരുപക്ഷെ ഹോട്ടൽ ജീവനക്കാർ പോലും വലിയ ആവേശത്തിലാണ് എന്ന് വേണമെങ്കിൽ അവരിങ്ങനെ കൈയടിച്ച് ആർപ്പ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് താരങ്ങളെ വരവേൽക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെ, പരിശീലകനായ രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലങ്ങളോളം വന്മതിൽ തീർത്ത രാഹുൽ ദ്രാവിഡ്, ആ ദ്രാവിഡിന് കീഴിലുള്ള പരിശീലനത്തിൽ ആയിരുന്നു ടീം അംഗങ്ങൾ. അതിൻ്റെ ഒരു ആവേശം തന്നെയാണ് എൽദോ നമ്മളിപ്പോൾ കണ്ടത്. ആ ഹോട്ടലിനകത്ത് ജീവനക്കാരുണ്ട്, മറ്റ് ഒരുപക്ഷെ ഈ വിശിഷ്ടാതിഥികളൊക്കെയായി പല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ കിട്ടുന്ന അവസരം, ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരം, അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പറ്റുന്ന അവസരം, ഈ ആർപ്പുവിളികളാണ് ഇനിയുള്ള മണിക്കൂറുകളിലെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇതൊരു നിലയ്ക്കാത്ത ആർപ്പുവിളികൾ തന്നെയായിരിക്കും. ഇത് ഒരുപക്ഷെ മുംബൈയിലേക്ക് എത്തുമ്പോൾ അത് അതിൻ്റെ ഉന്നതികളിലേക്ക് എത്തുന്നതിൽ ഓരോ താരവും കടന്നു വരുന്നു. എന്തോ സൂചിപ്പിച്ചതുപോലെ ആ കിരീട നേട്ടത്തിൻ്റെ ചിഹ്നങ്ങൾ, അവരുടെ ആ പതക്കങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. ഒപ്പം ആ കിരീടം, ഒരുപക്ഷെ എൽദോ ഈ കിരീടം തന്നെ കയ്യിൽ പിടിക്കാനൊരു മത്സരം അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തരും ഈ കിരീടത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, ആ ചിത്രങ്ങൾ ഫോട്ടോ എടുപ്പിക്കുന്നു. ഇങ്ങനെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവേശം നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം വളരെ വിലപ്പെട്ടതാണ്. ആരാധകർക്ക് മുന്നിലേക്ക് ഈ കിരീടം ഉയർത്തിപ്പിടിക്കുവാനുള്ള നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് അത്രമേൽ ധന്യമാകുന്ന ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. എൽദോ സൂചിപ്പിച്ചതുപോലെ രോഹിത് ശർമ്മ ഒരു കിരീട ജേതാവായി, കിരീടം നേടിയ ക്യാപ്റ്റനായി മാറുന്നു. ഒപ്പം ഈ ടീം അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർ വിശ്വകിരീടത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു നേട്ടം, വിജയം ആണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഓരോ നിമിഷവും ക്രിക്കറ്റ് താരങ്ങളും ആസ്വദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാധകരും അങ്ങേ അറ്റത്തെ ആവേശത്തിൽ തന്നെയാണ്. അവരും യഥാർത്ഥത്തിൽ ഈ കിരീട നേട്ടത്തെ സ്വന്തം നേട്ടം പോലെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുമല്ലോ ക്രിക്കറ്റ് അറിയാത്തവർ പോലും ഈ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകുന്നുണ്ടാകാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ
വലിയ സംഘം ടീം അംഗങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുശേഷം അവർ കടന്നു വന്ന വഴികളിൽ ടീം അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹോട്ടലിൽ എത്തുമ്പോൾ അവിടെ ഗേറ്റിന് പുറത്ത് ആരാധകരെ കാണാൻ സാധിക്കുന്നു. ഈ മാധ്യമങ്ങൾക്കടക്കം പിന്നീട് ഹോട്ടലിനകത്ത് നിയന്ത്രണമുണ്ട്. അവിടെ ഒരു കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആ കേക്ക് കട്ടിംഗ് ഫംഗ്ഷൻ നടക്കും. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വാർത്താ ഏജൻസികൾക്കും എണ്ണപ്പെട്ട മാധ്യമങ്ങൾക്കും മാത്രമാണ് അതിനുള്ളിൽ. ഇത് ആ ദൃശ്യത്തിലേക്കാണ് എൽദോ എനിക്ക് തോന്നുന്നു ആ കേക്ക് കട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ടീം അംഗങ്ങൾക്ക് മധുരം നൽകി സ്വീകരിക്കുവാനുള്ള ഒരു ഒരുക്കം ഹോട്ടലിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ BCCIയുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നിരിക്കണം നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ താരങ്ങളെല്ലാം എത്തുമ്പോൾ അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളടക്കമൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ ഒരു അല്പസമയത്തെ വിശ്രമം ഉണ്ട്. അവർക്ക് ഫ്രഷ് ആകുവാനുള്ള സമയം അനുവദിക്കുന്നു. അതിനുശേഷമായിരിക്കും പിന്നീട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം ബസ്സിൽ ടീം ബസ്സിൽ തന്നെ ആയിരിക്കണം അവർ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് പുറപ്പെടുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 9 മണിയോടുകൂടി ഈ ഔദ്യോഗിക വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും 9 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ടീം അംഗങ്ങൾക്ക് ഔദ്യോഗികമായൊരു സ്വീകരണം നൽകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനു മുമ്പ് ഇപ്പോൾ ഹോട്ടലിൽ ചെറിയ വിശ്രമം ഉണ്ടാകും താരങ്ങൾക്ക്. അതിനുശേഷമായിരിക്കും അവർ ഈ കിരീടവുമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പുറപ്പെടുക. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം മറ്റ് ഈ സ്വീകരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര കായിക മന്ത്രിമാർ, മറ്റു മന്ത്രിമാരൊക്കെ പങ്കെടുക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ നേടിത്തുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കം ഹോട്ടലിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ ആൾക്കൂട്ടം ഹോട്ടലിനകത്ത് സ്വാഭാവികമായും ആൾക്കൂട്ടത്തെ അനുവദിക്കില്ല. അവിടെ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ മാത്രമാണുള്ളത്. അവർ പോലും ആർപ്പ് വിളിക്കുന്ന, കൈയടിക്കുന്ന, അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എൽദോ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. കാരണം ആ ഹോട്ടലിനുള്ളിലെ ഷെഫ്മാർ അവിടുത്തെ പാചകക്കാരുടെ മുന്നിൽ നിന്ന് ആർപ്പ് വിളിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ചരിത്ര നിമിഷമാണ്. ഇത്രമാത്രം വീണ്ടും കിരീടവുമായി ഋഷഭ് പന്ത് കിരീടം താഴെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കിരീടം ഏറ്റെടുത്ത് പിടിക്കാനുള്ള മത്സരം തന്നെയുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിലവിൽ ഋഷഭ് പന്തിന്റെ കയ്യിലിരിക്കുന്നു ലോക കിരീടം. എന്നാലും നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താൻ എനിക്ക് തോന്നുന്നു. ഇനിയുള്ള സമയം അവർക്ക് ഇന്ന് ഫ്രഷ് ആവാനുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാനായി പോകേണ്ടതുണ്ടല്ലോ. നമുക്കിപ്പോൾ ആ കാഴ്ചയിലേക്ക് ആ സമയത്ത് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയ ശേഷം.